സ്തോത്രം സ്തോത്രം. ഞാൻ ഇന്ന് മനസ്സിൽ ഒരു വലിയൊരിത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം പോലെ പാസ്റ്റർ പാടിയ പാട്ടിന് സ്തോത്രം എന്നുള്ള പാട്ടാണ് ഇന്ന് ഞാൻ ഉദ്ദേശിച്ചതും ഇത് തന്നെയാണ്. പ്രയർ ഓഫ് താങ്ക്സ് ഗിവിങ്, സ്തോത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് പാട്ടിനോടനുബന്ധിച്ചുള്ള വചനം ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഐക്യതയാണ്. എനിക്ക് മനസ്സിലന്നേരം എൻ്റെ ഉള്ളിലൊരു ഇത് പാടിക്കൊണ്ടിരുന്നപ്പം തന്നെ എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളൊക്കെ പിന്നെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ എൻ്റെ വിഷയം തന്നെ സ്തോത്രത്തിൻ്റെ ശക്തിയാണ്. അതനുസരിച്ചുള്ള പാട്ട് ജോൺ ഐസക് പാസ്റ്റർ അറിയാതെ പാടിയതാ, പക്ഷേ അതനുസരിച്ചുള്ള പാട്ടും പാടി. നന്ദിയോടെ സ്തോത്രം. പിന്നെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. പിന്നെയും കർത്താവെ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും ദൈവദാസന്മാർക്കായിട്ടും ഒക്കെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃത്യമായി ഇടപെടണമേ. ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് അത് അനുഗ്രഹമാകുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ശബ്ദമാക്കി അങ്ങയുടെ ഏഴയുടെ വായോട് കൂടെ അവിടെ നിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ പവർ ഓഫ് പ്രൈസ് ഗിവിങ്. നമ്മുടെ ആദരത്തിൽ നിന്ന് ഈ സ്തോത്രം വരേണ്ടത് നന്ദിയുള്ള ഹൃദയത്തോട് വേണം നമ്മൾ സ്തോത്രം ചെയ്യുവാൻ. നമ്മൾ ചിലപ്പം പിന്നെ ദൈവദാസന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ സ്തോത്രം പറയിപ്പിച്ചാൽ അത് നമ്മുടെ അതിർത്തിയിൽ നിന്ന് വരുന്ന ഒരു സ്തോത്രമാകത്തുള്ളൂ. അതിനൊരു വിലയുമില്ല, ഒരു വിടുതലും അതിൽ കാണത്തില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു യാഗം നടക്കണം. സ്തോത്രയാഗം എന്നാണല്ലോ പറയുന്നത്. എന്നിട്ട് ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, അടിയിൽ നിന്ന്, വയറ്റിൽ നിന്ന് വരുന്നത് പോലെ അടിയിൽ നിന്ന് വരുന്ന ആ സ്തോത്രത്തിനാണ് ദൈവം വിടുതലും തരുന്നതും അനുഗ്രഹം പ്രാപിക്കുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ, മോഹൻചൻ പാസ്റ്റർ പറഞ്ഞ പോലെ അത്ഭുതവും അനുഗ്രഹങ്ങളും നമ്മൾ കേട്ടല്ലോ. അന്നേരം ഈ അത്ഭുതങ്ങളും അനുഗ്രഹത്തിൻ്റെയും അത് തുറക്കാൻ വേണ്ടിയുള്ള ഒരു താക്കോല ഈ സ്തോത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സ്തോത്രം പറയാൻ മടിക്കരുത്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ വിലയേറിയതാണ് സ്തോത്രം എന്ന യാഗം. അതാണല്ലോ പറയുന്നത്, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ അതരം പ്രസ്താവിക്കുന്നത്. നമുക്കറിയാം, ചില മെസ്സേജൊക്കെ കേൾക്കുമ്പോൾ തന്നെ സ്തോത്രം നമ്മൾ പാസ്റ്റർ പറയണ്ട, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ സ്തോത്രം പറഞ്ഞു പോകും. നമ്മുടെ അനുഭവത്തോടുള്ള ബന്ധിച്ചുള്ള മെസ്സേജ് ആയിരിക്കും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് അത് വന്നു പോകും. എന്നാലും നമ്മുടെ ജീവിതത്തിലെ ഈ കോപവും കയ്പും അസൂയയും എന്താ പിണക്കവും ക്ഷമിക്കാൻ കഴിയാത്തതായ ഹൃദയമൊക്കെ ഉണ്ടെങ്കിൽ ആ സ്തോത്രം അത് ഇച്ചിരി പ്രയാസമാണ്. ആ സ്തോത്രം അങ്ങനെ പറഞ്ഞാലും അത് നമ്മൾ പറയുന്നതേ ഉള്ളൂ, അതിനൊരു വിലയുമില്ല. അത് ദൈവസന്നിധിയിൽ അത് ചെല്ലത്തുമില്ല. കാരണം നമ്മുടെ ഉള്ളിൽ പകയും പിണക്കവും അസൂയയും ക്ഷമിക്കാത്ത, ആരോടും ക്ഷമിക്കാൻ കഴിയാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയം എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടാണ് ദൈവത്തെ നമ്മൾ സ്തുതിക്കേണ്ടത്. അപ്പോഴാണ് ദൈവ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ചിലത് മാസങ്ങൾക്ക് മുമ്പ് അത് ഞാൻ വീഡിയോയിൽ എവിടെയൊക്കെ ഇടുകയും ചെയ്തു. ഒരു പൈതലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഒരു മാതാവ് ഭവനത്തിൽ ഇച്ചിരി ബിസിയായിട്ടിരിക്കുമ്പോൾ തൻ്റെ 8-9 വയസ്സുള്ള കുഞ്ഞ് അവിടെ വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പന്തൊക്കെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടപ്പം വെളിയിലിറങ്ങി അവിടെ നോക്കിയപ്പോൾ അവിടെങ്ങും കുഞ്ഞിനെയും കാണുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ആ കിണറ്റിൽ എന്തോ ശബ്ദം കേട്ട് ചെന്ന് നോക്കുമ്പം കിണറ്റിൽ വീണേക്കുന്നു. അതും ആഴത്തിലുള്ള കിണർ, ഒരു 2 ആൾ 3 ആൾ പൊക്കത്തോളം വെള്ളവുമുണ്ട് അതിനകത്ത്. ആ കുഞ്ഞ് ഇങ്ങനെ തടഞ്ഞ് ഇവിടെ നിന്ന പോലെ അങ്ങനെ നിൽക്കുക ആ വെള്ളം. അന്നേരം ഈ മാതാവ് പറയുക, അവർ കടന്നു അവിടെ ഉടനെ ആ മാതാവ് പറഞ്ഞ്, മോനെ സ്തോത്രം പറ, സ്തോത്രം പറ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മോൻ അവൻ്റെ നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്ന് സ്തോത്രം പറയാൻ തുടങ്ങി. സ്തോത്രം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വെള്ളം എവിടെ പോയെന്ന് അറിഞ്ഞില്ല. അയൽവക്കക്കാരെ വിളിച്ച് വരുത്തി. അവർ ഫയർ ഫോഴ്സ് വന്നു.
പൈതലിനെ ഈ ആ, രക്ഷിച്ചു. നമ്മളെല്ലാം കേട്ട കാര്യമാണ്. നേരെ സ്തോത്രത്തിൻ്റെ ശക്തി ആ കുഞ്ഞ് അവൻ്റെ ആ നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്ന് സ്തോത്രം പറഞ്ഞപ്പോഴേ വിടുതലായി കഴിഞ്ഞു. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു തന്നെ എല്ലാം നമുക്കറിയാമല്ലോ, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ഈ ഇത് പറയുമ്പോഴേ 5 അപ്പവും 2 മീനും 7 അപ്പവും 2 കുറേ മീനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അന്നേരം ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തേ? അതിനു മുമ്പേ അത് കർത്താവ് ആ അപ്പം എടുത്ത് വാഴ്ത്തി സ്തുതിച്ച്, നമ്മളവർക്ക് അപ്പത്തെ അല്ല വാഴ്ത്തിയ കർത്താവായ പിതാവായ ദൈവത്തെയാണ് സ്തോത്രം ചെയ്ത് വാഴ്ത്തി. എന്നിട്ടാണ് അത് വിളമ്പാൻ ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തത്. ശിഷ്യന്മാരുടെ പക്കൽ കൊടുത്തപ്പോഴേ അത് എല്ലാവരും തിന്ന് തൃപ്തരായി. കുറേശ്ശെ കൊടുത്തല്ല. നമുക്ക് പറയാമല്ലോ, പീലിപ്പോസ് പറഞ്ഞു 200 വെള്ളിക്കാശ് ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ അല്പം കൊടുക്കാം, ഈ മരുഭൂമി കിട്ടുമോ എന്ന് ചോദിച്ച പോലെ അല്ല. ഇത് കർത്താവ് എന്നെങ്കിൽ എല്ലാവരും തിന്ന് തൃപ്തിയരാന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് ഫുൾ സ്റ്റൊമക്കായി അവർ തിന്നു തൃപ്തിയായി ശേഷിപ്പിക്കുകയും ചെയ്തു. അത് കൊട്ടയിൽ നിറച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ കർത്താവ് ആ സ്തോത്രം ചെയ്ത്, അതുപോലെ ലാസറിനെ ഉയർപ്പിക്കുന്ന ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 11-ന്റെ 41 തൊട്ട് 43 വരെയുള്ള വചനങ്ങളാണ് നമുക്കെപ്പോഴും പരിചയമുള്ള. അവിടെയും ചെന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് ആ മിറക്കിൾ അന്നേരമാണ് നടക്കുന്നത്. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. അതിനു മുമ്പേ തന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമുക്കറിയാം ഹല്ലേലൂയ, ദൈവത്തെ ആദ്യം സ്തുതിച്ചു, ലാസറെ പുറത്തു വരികയെന്ന് പിന്നെ ഉറക്കെ വിളിച്ച ആദ്യം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. നമുക്കറിയാം 4 ദിവസമായി, 3 ദിവസം കഴിഞ്ഞ് 4-ാം ദിവസം ആ കർത്താവ് അവിടെ ചെല്ലുന്നത്. ദൈവത്തിന് ആ നന്ദി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ജീവൻ ഉറക്കെ വിളിച്ചു കഴിഞ്ഞപ്പം ലാസറിൻ്റെ ജീവൻ മടങ്ങി വന്നു. അതുപോലെ തന്നെ വേറൊരു വിഷയമാണ് യോനയുടെ വിഷയം. നമുക്കറിയാം യോന പ്രവാചകന് പിന്നെ നിനവയിലേക്ക് പോകാൻ പറഞ്ഞു. ദൈവം പറഞ്ഞെങ്കിലും നിനവയിൽ പോകാതെ തർശീസിലേക്ക് പോയി. പക്ഷേ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കടന്ന് താനെ അയ്യം വിളിച്ചു. എന്നാൽ ആ 9-ാം 9-ഉം 10-ഉം വാക്യം 2-ന്റെ 9-ഉം 10-ഉം വായിക്കുമ്പോഴേ അവന് സ്തോത്രം ചെയ്ത് നേർന്ന് സ്തോത്രം ചെയ്തു. ആ സ്തോത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ശക്തമായ ഗ്രേറ്റ് താങ്ക്സ് ഗിവിങ് ആയിരുന്നത്. ആ സ്തോത്രം ചെയ്ത് കഴിഞ്ഞ് നമുക്കറിയാം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ എന്തൊരവസ്ഥയായിരിക്കും. താന് എന്തുമാത്രം അയ്യം വിളിച്ച പോലെ ആ അവസ്ഥയിലായിട്ടും താൻ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മത്സ്യം അതിനെ യോനെ കരയ്ക്ക് ഛർദ്ദിച്ച നമ്മളറിയുന്ന. അതുപോലെ ഫിലിപ്പിയ ലേഖനത്തിൽ ഞാനിന്നലെ ആദ്യം പറഞ്ഞ പോലെ നമുക്കറിയാം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തെ അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കഴിയുന്ന ദൈവീയ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ, സ്തോത്രം. അന്നേരം നമ്മൾ വിചാരപ്പെടുമ്പോൾ നമ്മൾ ഈ പ്രതിസന്ധിയിലൊക്കെ ആകുമ്പോഴും വിചാരപ്പെട്ടും മനം കലങ്ങിയുമൊക്കെ ആയിരിക്കുന്ന ആ വിചാരപ്പെടുന്നതുകൊണ്ട് ചിലപ്പോൾ ഞാനും വിചാരപ്പെടും, നമുക്കാരും വിചാരപ്പെടരുതെന്നല്ല. പക്ഷേ അത്രയ്ക്ക് നമ്മൾ ഭാരപ്പെടുമ്പോഴും നമ്മുടെ ഹൃദയം ഒരു നന്ദിയുള്ള ഹൃദയമായിരിക്കണം. നമ്മൾ താങ്ക്സ് ഗിവിങ്, അതാണ് പറഞ്ഞത്, സ്തോത്രം ചെയ്ത് ആ മനസ്സിൻ്റെ ആ പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് നമ്മൾ കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമ്മുടെ വിഷയങ്ങളൊക്കെ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊടുക്കുക, ഞാൻ നിന്നെ പുലർത്തുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ. നീതിമാൻ കുലുങ്ങിപ്പോവാൻ അവൻ ഇടയാക്കുന്ന ദൈവമല്ല. അതുകൊണ്ട് നമ്മൾ കുലുങ്ങിപ്പോകരുത്. ഭാരമുണ്ട്, പക്ഷേ അങ്ങനെ നമ്മളത് ഭാരപ്പെട്ടിട്ടല്ല, നമ്മൾ ആ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ അന്നേരം വിടുതൽ കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും, ഒരു എന്താ പറയുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് ആ മറുപടി കിട്ടിയില്ലെങ്കിലും നമുക്കൊരു തൃപ്തി, ഒരു സംതൃപ്തി ഉണ്ട്. എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ള ആ മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഉണ്ടാകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞല്ലോ നമുക്ക് സ്തോത്രത്തോടുകൂടെ അത് സമാധാനവും ആ സംതൃപ്തിയും. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ സമാധാനം ഉണ്ടാകും, ആ സംതൃപ്തി ഉണ്ടാകും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവേഷ്ടം അത് ചെയ്യണം. ഹല്ലേലൂയ,
പിന്നെ പറയുന്നത് നമ്മളെ തെസലോനിക്ക ലേഖനത്തിൽ എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച്. ഒന്ന് തെസലോനി 5:18 എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ നമ്മളോർക്കും പ്രതികൂലങ്ങളിലും പ്രതിസന്ധിയിലും അങ്ങനെ സ്തോത്രം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ അനുകൂലമല്ലാത്ത അവസ്ഥ, അന്നേരം നമ്മുടെ മറുപടി കിട്ടിയില്ല, ചില വിഷയത്തിന് മറുപടി കിട്ടിയില്ല, പിന്നെ അതിനെന്തിനാ? എന്നാൽ അതിനും നമ്മൾ സ്തോത്രം ചെയ്യുക. ദൈവമേ, എനിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം എന്ന് പറയുക. ദൈവത്തിന് അന്നേരം ദൈവം നമ്മുടെ വിഷയത്തിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ സാഹചര്യം ചിലപ്പം വളരെ നമുക്കൊരു ഹോപ്പും ഇല്ലാത്ത അവസ്ഥയായിരിക്കും സാഹചര്യത്തിൽ കൂടെ പോകുന്നത്. പക്ഷേ എന്നാലും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക, ദൈവം വിടുതൽ അവിടെ അയക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലെ നമുക്കറിയാം, സെക്കൻഡ് 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ നമുക്ക് ആ യഹോശാഫാത്തിൻ്റെ കാര്യം അറിയാം. രാജാവ് 21, 23 അത് നമുക്കറിയാം. വാളും യുദ്ധവും ഒന്നുമല്ല അവിടെ എടുത്തത്. അവരെ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ച് ദൈവത്തെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാടി അവരങ്ങോട്ട് പുകഴ്ത്തി കഴിഞ്ഞപ്പോഴേ എന്താ, ശത്രുക്കൾ അവർക്ക് നേരെ വന്ന 3 രാജ്യക്കാരാ, അമോന്യരും മോവാബ്യരും സെയർ പർവ്വതക്കാരും ഇവരെല്ലാം വന്നെങ്കിലും ആ പാടി സ്തുതിച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അവരങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഭിന്നിച്ച് അവർ തന്നെ, ഇവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. കാരണം കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ പടയിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് യഹോശാഫാത്തിനോട് പറഞ്ഞത്. യഹോശാഫാത്ത് സോൾജിയറേയും കുറേ പിന്നെ വാളും കുന്തുവാട്ടും ഒന്നും സോൾജേഴ്സിനെ ഒന്നും അയച്ചില്ല. ഫ്രണ്ട് നിരയിലെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെയാണ് നിർത്തിയത്. അങ്ങനെ അവരാരാധിച്ച് അവരെ സ്തുതിച്ച് സ്തോത്രം ചെയ്തപ്പോഴേ പതിയിരിപ്പുകാരനെ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി നശിച്ചു. അവർക്ക് ആ സ്തോത്ര താഴ്വരയെന്നും പേരായി. അവിടുന്ന് അവരുടെ വിട്ടേച്ച് പോയ അവരെല്ലാം അത് സാധനങ്ങളെല്ലാം അവരെ വാരിക്കൂട്ടി കൊണ്ടുവരുവാനിടയായി. അവർക്ക് ആ കൊള്ള പങ്കിടുവാനിടയായി. അന്നേരം സ്തോത്രത്തിന് വേണ്ടി അത് ഏത് സാഹചര്യത്തിനും ശത്രുവിൻ്റെ നേരെ നമ്മൾ ഓർക്കും, ഇത് മറ്റു രാജാക്കന്മാർ, യഹോശാഫാത്ത് നല്ലൊരു രാജാവ് അല്ലെ, മറ്റു രാജാക്കന്മാരോട് പറയുമ്പോഴേ പിന്നെ ഇതെങ്ങനെ നടക്കും, ശത്രുവിൻ്റെ നേരെ പോകുന്നത്, ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നത് സ്തോത്രം കൊണ്ടാണോ എന്ന് വിചാരിക്കും. പക്ഷേ സ്തോത്രം ചെയ്തപ്പോഴേ ആ പതിയിരിപ്പുകാർ അവർ തന്നെ യുദ്ധത്തിൽ തോറ്റു പോകാനിടയായി. പിന്നീട് നമുക്ക് അറിയാം, ദാനിയേലും പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്ന നമുക്കറിയാം. ദാനിയേൽ പിന്നെ പ്രവാചകൻ്റെ 6-ാം അധ്യായത്തിൽ മുഴുവനുണ്ട്. 10-ാം വാക്യത്തിൽ അത് യെരുശലേമിന് നേരെ തനിക്ക് പ്രതികൂലം വന്നു, തന്നെ അത് സിംഹക്കൂട്ടിൽ ഇട്ട് കളയണമെന്ന് ശത്രുക്കൾ വന്ന് തൻ്റെ നല്ല സ്വഭാവമൊക്കെ കണ്ട് പിണങ്ങി പറഞ്ഞതാണ്. ഇത് 30 ദിവസം രാജാവിനോടല്ലാതെ മറ്റാരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് ശത്രുവിൻ്റെ ഒരു കെണിയാണ്. കാരണം എങ്ങനെ ഇവനെ പിടിക്കാൻ, ഈ പ്രാർത്ഥനയുടെ വിഷയമല്ലാതെ ദാനിയേലിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതുതന്നെ അവരായുധമാക്കി എടുത്തു. പക്ഷേ ദാനിയേൽ ഇതെല്ലാം കേട്ടെങ്കിലും പിന്നെയും ഒന്നും ചെയ്ത് അത് യെരുശലേമിന് നേരെ തൻ്റെ കിളിവാതിലുകൾ തുറന്നിട്ട് എല്ലാവരും കാണുക തന്നെയാണ്. കാരണം അടച്ച് രഹസ്യമായിട്ട് വേണമെങ്കിൽ ദാനിയേലിന് വിചാരിക്കാം, ഈ ശത്രുക്കൾ ഇവർ കാണത്തില്ലല്ലോ. പക്ഷേ ഇല്ല, പതിവ് തെറ്റിച്ചില്ല, അത് പ്രാർത്ഥിക്കുന്നതെന്ന് ഇവരെല്ലാം കാണുന്നുണ്ട് ഈ ശത്രുക്കൾ. എന്നാൽ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ഒരു പാനിക്കും ഉണ്ടായില്ല ദാനിയേലിന്. എന്തോ ഇതൊക്കെ എന്നുള്ള രീതിയിൽ. പക്ഷേ ദൈവകരങ്ങളിൽ സ്തോത്രം ചെയ്ത് വിഷയം ഏൽപ്പിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, ആ സിംഹക്കുഴിയിൽ ചെന്ന് വീണപ്പൻ കുറച്ച് ദിവസമായി പട്ടിണിക്കിട്ടിരിക്കുന്ന സിംഹങ്ങളാണ്, ഒരെണ്ണമല്ല. പക്ഷേ ദാനിയേൽ ചെന്ന് വീണപ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാം യഹോവയായ ദൈവം അടച്ചു കളഞ്ഞ്, ദൈവം അങ്ങ് വീഴുന്നതിന് മുമ്പേ തന്നെ. അത് ഹല്ലേലൂയ. അതുപോലെ ആ പാനിക്കൊന്നുമായില്ല. അത് ധൈര്യമായിരുന്നു, നല്ല കറേജായിരുന്നു ദാനിയേലിന്. തന്നെ ദൈവം വിടുവിക്കുമെന്ന്. അതാണല്ലോ രാജാവ് ചോദിച്ചത്, നീ ഇടപെടാതെ സേവിച്ച് നിൽക്കുന്ന ദൈവത്തിൽ നിന്നെ വിടുവിച്ചോന്ന് ചെന്ന് വിളിച്ച് ചോദിക്കുന്ന രാത്രി ഒരു ഉറക്കമില്ലായിരുന്നു, പ്രഭാതത്തിൽ ചെന്ന്. അതുപോലെ നമുക്ക് പിന്നെയും എഫേസ്യ ലേഖനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യാൻ അവിടെ പറയുന്നത്. നമ്മളവർക്ക് സൺഡേ മാത്രം ചെന്ന് ചർച്ചിൽ ചെല്ലുമ്പോഴേ ആരാധിക്കാമെന്ന് പറയുമ്പോഴേ
പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് ആരാധിക്കുമ്പോൾ ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ആരാധിച്ചാൽ മതിയൊന്നല്ല. ഏത് സമയത്തും എപ്പോഴും എല്ലാറ്റിനും നമ്മളവർക്ക് അയ്യോ എപ്പോഴും എല്ലാറ്റിനും നമ്മൾ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴോ എങ്ങനെ യാത്ര ചെയ്യുമ്പോഴും ഞാൻ ഈ വാഹനത്തെ ചർച്ചിൽ പോകുന്ന സമയത്ത് മിക്കവാറും വലിയതായിട്ടല്ലേലും ഞാൻ അന്യഭാഷയിൽ അന്നേരവും സംസാരിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇരിക്കും. നമുക്ക് ഏത് സമയത്തും ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഞാൻ ഓർത്തു കഴിഞ്ഞ ദിവസം പിന്നെ എൻ്റെ കൊച്ചുമോൾ, അവൾക്ക് 16 വയസ്സ് കഴിഞ്ഞ് 17 ആകുന്നേ ഉള്ളൂ കൊച്ചുമോൾക്ക്. അവൾക്കും ലൈസൻസ് കിട്ടി. പിള്ളേർ കുഞ്ഞുങ്ങൾ ഇവിടെ പോയതുകൊണ്ട് ചർച്ചിൽ പോയത് ഞാൻ മോളെയും കൂട്ടിക്കൊണ്ട. അന്നേരം ഞാൻ ഇത്തിരി പ്രാർത്ഥിക്കും. മോളെ വണ്ടി എടുക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കണേ, 16 വയസ്സാകുമ്പോഴേ ഇവിടെ ലൈസൻസ് കിട്ടിയപ്പം തൊട്ട് അവൾ വണ്ടി എടുത്തോണ്ട് അന്നേരം വണ്ടിയിലിരുന്ന് ഞാൻ കുഞ്ഞിനെ എന്നെയും വാഹനത്തിലുള്ളവരെയും പിന്നെ വരുന്ന വാഹനങ്ങളെ എല്ലാം അത് ശാസിച്ച് മുന്നോട്ട് പോകാൻ, ട്രാഫിക് ബ്ലോക്കില്ലാതെ പോകാനൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് അന്നേരവും ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ ചർച്ചിൽ തരുമ്പോഴോ നമ്മുടെ പ്രത്യേകം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഒരു ഗ്രൂപ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴോ അല്ല, നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ പ്രാർത്ഥനയിൽ അന്യഭാഷയോടുകൂടെ സ്തോത്രത്തോടുകൂടെ ദൈവത്തിന് അത് എല്ലായ്പ്പോഴും എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അതെ, ഇതൊരു കണ്ടിന്യൂഷൻ പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലായ്പ്പോഴും എല്ലാറ്റിനും. അല്ലാതെ ഒരു ദിവസമോ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു പിന്നെ എഴുന്നേറ്റോ അതല്ല. നമുക്ക് സാവകാശങ്ങൾ കിട്ടുന്ന സൗകര്യത്വത്തിന് എപ്പോഴാണെന്ന് അറിയത്തില്ല. നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ സ്തോത്രം ചെയ്യാം. പലപ്പോഴും പ്രതിസന്ധി പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ സ്തോത്രം ചെയ്യുന്നത്? എൻ്റെ അവസ്ഥ എങ്ങനെ എനിക്ക് സ്തോത്രം ചെയ്യും? എൻ്റെ വിഷയത്തിന് ഇത്രയും നാളായി പ്രാർത്ഥിച്ചു, എനിക്ക് ഇതുവരെയും വിടുതൽ കിട്ടിയില്ല, ഞാൻ ഈ വിടുതൽ കിട്ടാത്ത വിഷയത്തിന് എന്ത് സ്തോത്രം ചെയ്യും? ഇങ്ങനെയൊക്കെ നമ്മൾ ഭാരപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ നാളുകളിലൊക്കെ പറഞ്ഞ പോലെ 19 വർഷമായ ഒത്തിരി പ്രാർത്ഥിച്ച് ഒത്തിരി സ്തോത്രം ചെയ്ത് ദൈവം വചനം തന്നു, ദർശനങ്ങൾ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അതിനായി കാത്തിരിക്കാൻ വരും നിശ്ചയം. എന്നിട്ടും പിന്നെ 5-6 വർഷം കൂടെ കഴിഞ്ഞു. ഒടുവിലൊക്കെ വന്നപ്പോഴത്തേക്ക് പ്രാർത്ഥനയൊക്കെ കുറഞ്ഞ്, എനിക്ക് റിയലി പറഞ്ഞാൽ വിഷയം വിട്ടില്ല, എന്നാലും എപ്പോഴും പ്രാർത്ഥിക്കുന്ന അവസ്ഥയെ അങ്ങ് വിട്ട് കഴിഞ്ഞപ്പോഴാണ് ദൈവം അന്നേരം ആ വിടുതൽ തരുന്നത്. അതുകൊണ്ട് നമുക്കറിയത്തില്ല ദൈവത്തിൻ്റെ വിടുതൽ, അപ്പോയിൻമെൻറ്റ് ടൈം എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമ്മൾ മടുത്തു പോകാതെ അത് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം വിടുവിക്കുവാൻ ശക്തനാണ്. അതേത് വിഷയമായാലും, രോഗമാണോ പ്രതിസന്ധിയാണോ പ്രശ്നങ്ങളാണോ, എന്നാലും നമ്മൾ പ്രാർത്ഥിക്കുക. അന്നേരം നമ്മുടെ മനസാക്ഷിക്കൽ എല്ലാവരോടും നമ്മൾ സന്തോഷത്തോടും സമാധാനത്തോടുമായിരിക്കുക. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ആ അവസ്ഥയനുസരിച്ച് ദൈവം അപ്പോഴപ്പോൾ നമ്മളെ വിടുവിക്കും. ചിലപ്പോൾ ഉടനെ കിട്ടിയില്ലെങ്കിലും, വിടുതൽ കിട്ടിയില്ലെങ്കിലും ദൈവം നമുക്കൊരു സംതൃപ്തി, അതാണ് പറഞ്ഞ് ദൈവീയ സമാധാനത്താൽ കാക്കും നമ്മുടെ ഹൃദയങ്ങളെ. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ